ഇന്ന് രാജ്യത്ത് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ്. പൗരന്റെ മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റവും ഭരണഘടനാ ലംഘനവുമാണിതെന്നും തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചിലരുടെ നീക്കമാണിതെന്നും പറഞ്ഞുകൊണ്ട് നിരവധി മത നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനകം തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏകീകൃത സിവിൽ കോഡ് എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് ഇന്ത്യയുടെ മതവൈവിധ്യത്തിന് ഭീഷണിയാകുമോ? ഇത് നടപ്പാക്കിയാൽ ആർക്കാണ് പ്രയോജനം? എന്തുകൊണ്ടാണ് ചില രാഷ്ട്രീയ മത നേതാക്കൾ ഇതിനെ എതിർക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാകുന്ന വ്യക്തിഗത നിയമങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ്. അതായത് ക്രിമിനൽ നിയമങ്ങളിൽ എന്ന പോലെ വ്യക്തി നിയമങ്ങളിലും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ നിയമം ബാധകമാക്കുക എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. നിലവിൽ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ദത്തെടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ടവർക്ക് വ്യത്യസ്തമായ നിയമവ്യവസ്ഥകളാണുള്ളത്. അതിൽ മിക്കവയും പൊതു നിയമത്തിന് വിരുദ്ധമായി അവരവരുടെ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള വ്യക്തി നിയമങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു 1985 ഷബാന ബീഗം കേസ്. 40 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം 73 വയസ്സുള്ള ഷബാന ബീഗം എന്ന സ്ത്രീയെ അവളുടെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം ചെയ്യുകയും ജീവനാംശം നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് 1980 ഒരു പ്രാദേശിക കോടതിയുടെ വിധിപ്രകാരം അവർക്ക് ആദ്യം ജീവനാംശം ലഭിച്ചെങ്കിലും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഷബാനയുടെ ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഇസ്ലാമിക നിയമമനുസരിച്ച് 3 ചാന്ദ്രമാസങ്ങൾ അഥവാ 90 ദിവസങ്ങൾ മാത്രമേ ഭാര്യയുടെ ചിലവുകൾ നൽകാൻ ഭർത്താവിന് ബാധ്യതയുള്ളൂവെന്നും അതനുസരിച്ച് താൻ തന്റെ കടമ നിർവഹിച്ചിട്ടുണ്ടെന്നുമായിരുന്നു അയാളുടെ വാദം. എന്നിരുന്നാലും ഭാര്യയുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പരിപാലനം വ്യവസ്ഥ ചെയ്യുന്ന CRPCയുടെ 125 വകുപ്പ് പ്രകാരം ഷബാനയ്ക്ക് അനുകൂലമായി തന്നെ 1985 സുപ്രീം കോടതി വിധിച്ചു. മാത്രമല്ല, മതം നോക്കാതെ ഇതെല്ലാ പൗരന്മാർക്കും ബാധകമാണെന്നും ഓർമ്മിപ്പിച്ച സുപ്രീം കോടതി ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കാനും അന്ന് ശുപാർശ ചെയ്തു. ഈ ചരിത്ര തീരുമാനത്തിന് ശേഷം രാജ്യവ്യാപകമായി ചർച്ചകളും യോഗങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നു. സമ്മർദ്ദത്തിലായതോടെ അന്നത്തെ സർക്കാർ 1986 പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ മുസ്ലിം വിമൻ ആക്ട് പാസാക്കി. അതിൻ പ്രകാരം വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് അവളുടെ മുൻ ഭർത്താവിൽ നിന്ന് ന്യായവും നീതിയുക്തവുമായ വ്യവസ്ഥകൾക്കും ജീവനാംശത്തിനും അർഹതയുണ്ടെന്നും ഇത് ഇദ്ദത്ത് കാലയളവിനുള്ളിൽ നൽകണമെന്നും നിയമം അനുശാസിക്കുന്നു. അങ്ങനെ 125 വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമല്ലാതായതോടെ ഷബാന കേസിലെ തീരുമാനം അസാധുവായതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ മതേതര വിധി അപ്രസക്തമാവുകയും ചെയ്തു. എന്നാൽ വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നിഷേധിക്കുന്നതിനെതിരെ ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയ മുസ്ലിം സ്ത്രീ നിയമത്തെ ഡാനിയൽ ലത്തിഫി കേസ് ചോദ്യം ചെയ്തു. ആർട്ടിക്കിൾ 14 15 പ്രകാരം തുല്യതയ്ക്കുള്ള അവകാശവും ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശവും ലംഘിക്കുന്നു എന്നീ കാരണങ്ങളായിരുന്നു അതിനായി ചൂണ്ടിക്കാണിച്ചത്. മുസ്ലിം വ്യക്തി നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടത്ര സംരക്ഷണം നൽകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെക്യുലർ നിയമത്തെ ഈ കേസ് ചോദ്യം ചെയ്തു. പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ഹിന്ദു നിയമപ്രകാരം വിവാഹിതനായ ഒരു ഹിന്ദു ഭർത്താവിന് ഇസ്ലാം മതം സ്വീകരിച്ച് രണ്ടാമത് വിവാഹം കഴിക്കാനാകുമോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ഉദ്ധരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ച് രണ്ടാമത് വിവാഹം കഴിച്ചതിനെതിരെ വിധി പ്രസ്താവിച്ച 1995 സുപ്രീം കോടതി കേസാണ് സർള മുഗ്ദൽ. 1988 ജിതേന്ദർ മാത്തൂറിനെ വിവാഹം കഴിച്ച മീന മാത്തൂർ പിന്നീട് തന്റെ ഭർത്താവ് ജിതേന്ദർ ഇസ്ലാം മതം സ്വീകരിച്ച് ഫാത്തിമ എന്നറിയപ്പെടുന്ന സുനിത നരേലുമായി രണ്ടാം വിവാഹം കഴിച്ചതായും കണ്ടെത്തി. വീണ്ടും വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് തന്റെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്നും ഇത് IPC സെക്ഷൻ 494 വ്യവസ്ഥകൾ മറികടക്കുന്നുവെന്നും മീന മാത്തൂർ പരാതിപ്പെട്ടു. ദ്വിഭാര്യത്വവും വൈവാഹിക കാര്യങ്ങളിൽ വ്യക്തി നിയമങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവുമാണ് ഈ കേസ് ചോദ്യം ചെയ്തത്. ഇസ്ലാം മതം സ്വീകരിച്ചാലും ആദ്യ വിവാഹം നിയമസാധുതയുള്ളതാണെന്നും 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം ആദ്യ വിവാഹം വേർപെടുത്താതെ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 494 വകുപ്പ് പ്രകാരം രണ്ടാം വിവാഹം നിയമവിരുദ്ധമാണെന്നും പിന്നീട് കോടതി വിധിച്ചു. അതുമാത്രമല്ല, ഇന്ത്യയിലെ അഹിന്ദുക്കൾക്ക് ബാധകമായ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ 118 വകുപ്പിന്റെ ഭരണഘടനാ സാധുതയെ കേരളത്തിലെ ഒരു പുരോഹിതനായ
ജോൺ വെള്ളമറ്റം ചോദ്യം ചെയ്യുകയുണ്ടായി. ഒരു വ്യക്തിക്ക് മരുമകനോ മരുമകളോ അടുത്ത കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ മരിക്കുന്നതിന് 1 വർഷം മുമ്പെങ്കിലും അവർ തങ്ങളുടെ വിൽപ്പത്രം തയ്യാറാക്കിയില്ലെങ്കിൽ അവരുടെ സ്വത്ത് മതപരമോ ജീവകാരുണ്യമോ ആയ കാര്യങ്ങൾക്കായി വിട്ടുകൊടുക്കാൻ കഴിയില്ല. കൂടാതെ അവർ ആ വിൽപ്പത്രമുണ്ടാക്കി 6 മാസത്തിൽ കുറയാതെ നിയമപരമായി അംഗീകരിച്ചൊരു സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുകയും വേണം. എന്നിരുന്നാലും ഈ നിയമം പാഴ്സിയായ ഒരാൾക്ക് ബാധകമല്ല. മതം, വംശം, ജാതി, ലിംഗഭേദമല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ തുല്യതയോ ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ നിയമങ്ങളുടെ തുല്യ പരിരക്ഷയോ ഭരണകൂടം നിഷേധിക്കരുത് എന്ന ആർട്ടിക്കിൾ 14 ലംഘനമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പരസ്പരം പൊരുത്തപ്പെടാത്ത വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾക്ക് നിലവിൽ ബാധകമായ വിവിധ നിയമങ്ങൾ മാറ്റി പൊതുവായ നിയമം സ്ഥാപിക്കുകയാണ് UCC ഉദ്ദേശിക്കുന്നത്. ഈ നിയമങ്ങളിൽ ഹിന്ദു വിവാഹ നിയമം, പിന്തുടർച്ചാവകാശ നിയമം, ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമം, ഇന്ത്യൻ വിവാഹമോചന നിയമം, പാഴ്സി വിവാഹം എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം ശരിയത്ത് നിയമങ്ങൾ പോലെയുള്ള ചില കോഡുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവ മതഗ്രന്ഥങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളവയുമാണ്. UCCയിലെ നിർദ്ദേശങ്ങളിൽ ഏകഭാര്യത്വം, പിതൃസ്വത്തിന്റെ അനന്തരാവകാശത്തിൽ മകനും മകൾക്കും തുല്യ അവകാശം, ഇഷ്ടദാനം, ചാരിറ്റി, ദിവ്യത്വം, രക്ഷാകർത്തൃത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ലിംഗ, മത, നിഷ്പക്ഷ നിയമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പതിറ്റാണ്ടുകളായി ഹിന്ദു കോഡ് ബില്ലുകളിലൂടെ ഹിന്ദുക്കൾക്ക് ഇത് ബാധകമായതിനാൽ ഈ നിർദ്ദേശങ്ങൾ ഇക്കൂട്ടർക്ക് വലിയ വ്യത്യാസമുണ്ടാക്കില്ല. ഭരണഘടനാ നിർമ്മാണ വേളയിൽ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി വാദിച്ചു. പക്ഷേ പ്രധാനമായും മതമൗലികവാദികളിൽ നിന്നുള്ള എതിർപ്പും അക്കാലത്ത് ജനങ്ങളിൽ അവബോധമില്ലായ്മയും കാരണം അവർ UCCയെ സംസ്ഥാന നയത്തിന്റെ പ്രത്യേക തത്വങ്ങളിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. സതി നിർത്തലാക്കി, ശൈശവ വിവാഹങ്ങളും നിരോധിച്ചു. അതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമവും കൊണ്ടുവന്നു. ഇപ്പോൾ മുത്തലാഖും സർക്കാർ നിയമപരമായി നിരോധിച്ചിരിക്കുന്നു. ഈ നിയമ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സ്വന്തം മതവിശ്വാസങ്ങളും ആചാരങ്ങളും പിന്തുടരുന്നതിന് ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നോർക്കണം. മറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുക മാത്രമാണ് ചെയ്തത്. UCCയുടെ ലക്ഷ്യം മതവിശ്വാസങ്ങളിൽ ഏകത്വം കൊണ്ടുവരികയല്ല, മറിച്ച് എല്ലാ സമുദായങ്ങളുടെയും കുടുംബ നിയമങ്ങൾ ക്രോഡീകരിക്കുക എന്നതുമാണ്. അതിനാൽ UCC നിയമങ്ങൾ പിന്തുടർച്ച, അനന്തരാവകാശം, വിവാഹം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം, രക്ഷാകർതൃത്വം, ജീവനാംശം എന്നിവയ്ക്ക് മാത്രമാണ് ബാധകമാകുക. ഇവയെല്ലാം മതം നോക്കാതെ എല്ലാ സമുദായങ്ങൾക്കും തുല്യമായിരിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യങ്ങളെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി സംഘടനകൾ UCCയെ എതിർക്കുന്നു. ഇത് മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കുമെന്ന തെറ്റായ വിവരങ്ങളാണ് പല രാഷ്ട്രീയ പാർട്ടികളും പ്രചരിപ്പിക്കുന്നത്. സതിയും ശൈശവ വിവാഹവും നിരോധിച്ചപ്പോഴും ഏതെങ്കിലും മതസമൂഹത്തിന്റെ വിവാഹം, ശവസംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നിർത്തലാക്കിയിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. സ്ത്രീകളോട് വിവേചനം കാണിക്കുകയും പുരുഷ മേധാവിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഏതൊരു സാംസ്കാരിക ആചാരവും തീർച്ചയായും ഇല്ലാതാകേണ്ടതുമാണ്. ഉദാഹരണത്തിന് 1937 മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ബഹുഭാര്യത്വം നിയമപരമാണെങ്കിലും അത് സ്ത്രീകൾക്കെതിരാണ്. അതേസമയം പ്രത്യേക മുസ്ലിം വിവാഹ നിയമപ്രകാരം വിവാഹം കഴിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇത് ബാധകമാകുന്നില്ല. UCCയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. UCC നടപ്പാക്കിയാൽ വിശ്വാസികൾക്കുള്ളിലെ തങ്ങളുടെ സ്വാധീനം ക്രമേണ കുറയുമെന്ന് മതപുരോഹിതർ വിശ്വസിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഭരണഘടനാ വിരുദ്ധമായ ഖാപ് പഞ്ചായത്തുകളും ശരിയത്ത് കോടതികളും നിലനിൽക്കുന്നു എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം. എന്നാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ എല്ലാ സമുദായങ്ങൾക്കും UCC ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ന്യൂനപക്ഷ സമുദായത്തിലെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ലിംഗസമത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അവർ രാഷ്ട്രീയ അജണ്ടകളിൽ കുടുങ്ങുന്നു എന്നതാണ് സത്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിട്ടിട്ടും കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച നിയമചട്ടക്കൂട്ടിലാണ് ഇന്നും ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിത്തറയെന്ന് പറയേണ്ടിയിരിക്കുന്നു. സിവിൽ നിയമം, പൊതുനിയമം, ആചാര നിയമം, മതനിയമം,
കോർപ്പറേറ്റ് നിയമം എന്നിങ്ങനെ ബ്രിട്ടീഷുകാർ ആദ്യമായി കൊണ്ടുവന്ന വിവിധ നിയമങ്ങളിൽ പലതും പരിഷ്കരിച്ച രൂപങ്ങളിൽ ഇന്നും പ്രാബല്യത്തിലുണ്ട് എന്നത് നമുക്ക് ലജ്ജാവഹമാണ്. ഇതിന് അപവാദം ഗോവ സംസ്ഥാനമാണ്. അവിടെ ഒരു ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ട്. അതിനാൽ എല്ലാ മതങ്ങൾക്കും വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ എന്നിവ സംബന്ധിച്ച് ഒരു പൊതു നിയമവുമുണ്ട്. 2024 ഫെബ്രുവരി 7 ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടുത്തിയതിലൂടെ ഉത്തരാഖണ്ഡ് സ്വതന്ത്ര ഭാരതത്തിൽ UCC നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. 2010 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം മുത്തലാഖ് എന്ന ഇസ്ലാമിക ആചാരം നിരോധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ പരിഷ്കരണത്തിന് തുടക്കമിട്ടു. ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീ അവകാശ പ്രവർത്തകർ ഈ വിധിയെ സ്വാഗതം ചെയ്തു. ഇത്തരത്തിൽ പുതിയ ഇന്ത്യയുടെ മുഖമുദ്രയായി UCC മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ജയ് ഹിന്ദ്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.